നമസ്കാരം, മാന്യപ്രേക്ഷകർക്ക് ബ്രൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രൈറ്റ് ന്യൂസ് പ്രേക്ഷകരെ ക്ഷണിക്കുന്നത് നമ്മുടെ ഒരു ടൂർ പ്രോഗ്രാം സന്ദർശിക്കുവാനാണ്. ഗവിയിലേക്കുള്ള യാത്രയാണത്. മനസ്സിന് ആഹ്ലാദകരവും ആസ്വാദ്യകരവുമായ ഒരു യാത്രയിലേക്ക് പ്രേക്ഷകരെ ക്ഷണിക്കുന്നു. ഈ ഗവിയിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഗവിയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ വനം വകുപ്പിൻ്റെ ഒരു അനുമതി വാങ്ങേണ്ടതുണ്ട്. അത് പത്തനംതിട്ട ജില്ലയിലെ ആങ്ങംവഴി എന്ന് പറയുന്ന ചെക്ക് പോസ്റ്റിൽ നിന്നുമാണ് ഗവിയിലേക്ക് കയറാനുള്ള പെർമിഷൻ കിട്ടുന്നത്. അതുവഴി വേണം ഗവിയിലേക്ക് കയറാൻ വേണ്ടി. ഗവി കാണുക എന്ന് പറഞ്ഞാൽ ഈ പൂർണ്ണമായും വനമേഖലയാണ് ഗവി എന്ന് പറയുന്നത്. അതായത് 100 കിലോമീറ്ററോളം വനമുണ്ട്. ഈ ആങ്ങംവഴി തൊട്ട് വണ്ടിപ്പെരിയാറിനടുത്തുള്ള ചെക്ക് പോസ്റ്റാണ് വള്ളക്കടവ്. അവിടം വരെ നമ്മൾ വനമാണ്. ഈ വനത്തിൽ കൂടിയുള്ള യാത്രയാണ് ഗവിയെ മനോഹാരിതയാക്കുന്നത്. ഗവിയുടെ മനോഹാരിത കാണുക എന്ന് പറയുന്നത് ഓരോ സ്ഥലവും, ഈ വനത്തിനുള്ളിൽ ഓരോ സ്ഥലവും വളരെ മനോഹരമായ നല്ല ദൃശ്യങ്ങളുള്ള സ്ഥലമുണ്ട്. പിന്നെ ഗവിക്ക് 2 മുഖമുണ്ട്. ഒന്ന്, വേനൽക്കാലത്ത് വളരെ മനോഹരമായി കത്തി നന്നായിട്ട് നിൽക്കുന്ന ഒരു ദൃശ്യമുണ്ട് ഗവിക്ക്. അപ്പോൾ ചൂടായിരിക്കും. എന്നാൽ ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു മഴക്കാലം ആകുമ്പോഴത്തേക്കിന് നേരെ വിപരീതമാണ്. പൂർണ്ണമായും കോടമഞ്ഞായിരിക്കും. പിന്നെ നമുക്ക് ഈ കാണുന്ന ദൃശ്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. അതുപോലെ റോഡും ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം മഞ്ഞ് മൂടിക്കിടന്ന് മഞ്ഞിൻ്റെ അകത്തൂടെ പോകേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഗവിയുടെ നല്ല മനോഹാരിത കാണുക എന്ന് പറയുന്നത് വേനൽക്കാലത്താണ്. വനത്തിൻ്റെ ദൃശ്യം, ആ വനത്തിൻ്റെ കുന്നുകളുടെ ഭംഗി ഇതൊക്കെ കാണുന്നത് ഈ വേനൽക്കാലത്താണ്. മഴക്കാലത്ത് പറയുമ്പോൾ മറ്റൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഈ 2ഉം ആസ്വദിക്കേണ്ടതാണ് ഗവിയുടെ യാത്ര എന്ന് പറയുന്നത്. ചിലർക്ക് ഈ ഗവി യാത്ര ബോറടിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വനത്തിലൂടെയാണ് യാത്ര. നമുക്ക് കടകളൊന്നുമില്ല, ഭക്ഷണമൊന്നും കിട്ടില്ല. ഇതെല്ലാം നമ്മൾ കരുതിയിരിക്കണം. പിന്നെ 25 വണ്ടിയാണ് ഒരു ദിവസം ഈ ആങ്ങംവഴി ചെക്ക് പോസ്റ്റിൽ കടത്തിവിടുന്നത്. മുൻകൂർ പെർമിഷൻ എടുത്തിരിക്കണം. ആ മുൻകൂട്ടി എടുക്കുന്ന പെർമിഷൻ കൊണ്ട് ഇവിടെ എത്തണം. ഇവിടെ നിന്ന് അത് കൺവേർട്ട് ചെയ്ത് നമുക്ക് പാസ് തരും. അതിനുശേഷമാണ് ഗവിയിലേക്ക് പോകുന്നത്. എപ്പോഴും ഗവിയിലേക്ക് പോകുമ്പോൾ കൂടെ ഒരു ഗൈഡ്, അത് ഗവിയെ അറിയാവുന്ന ഒരാൾ ഉണ്ടാവണം. ഉണ്ടായെങ്കിൽ മാത്രമേ ഏതൊക്കെ സ്പോട്ടിൽ വേണ്ടി നിർത്തണം, എന്തൊക്കെ കാണാനുണ്ട്, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട്. ഗവിയിലേക്കുള്ള യാത്ര. അപ്പം ഈ യാത്ര പോകുമ്പോൾ വഴിയിൽ ആന, കാട്ടുപോത്ത് തുടങ്ങിയ ധാരാളം മൃഗങ്ങളുണ്ടാവും. കടുവ, പുലി. ഈ പെരിയാർ ടൈഗർ റിസർവ് ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പലപ്പോഴും കാണും. നമ്മൾ പോകുമ്പോഴത് കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഇത് ശബ്ദം കേട്ടാലോ ബഹളം വെച്ചാലോ പോകും. ഒരു കാരണവശാലും ഈ വനത്തിലേക്ക് കയറുമ്പോൾ ശബ്ദം ഉണ്ടാക്കാതെ വേണം വനത്തിലെ യാത്ര ചെയ്യാൻ വേണ്ടി. ഒപ്പം തന്നെ കൂടെ ഒരാളുടെ സേവനം, അതായത് ഒരു ഗൈഡ് ഉൾപ്പെടെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹകരമാണ്. കാരണം എവിടെയൊക്കെ വണ്ടി നിർത്തണം, എങ്ങനെയൊക്കെ പോകണമെന്ന് പറഞ്ഞു തരും. കാരണം അവിടെ അറിയാവുന്ന ഒരാൾ ഉള്ളത് ഏറ്റവും നല്ലതാണ്. ഞങ്ങൾ ഇതുകൊണ്ട് തന്നെയാണ് ഈ ഗവിയിലേക്കുള്ള ഈ പറയുന്ന ഓപ്പറേഷൻസ് ആരംഭിച്ചിരിക്കുന്നത്. വരുന്നവരെ സംബന്ധിച്ച് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം അവർക്ക് ഫുഡ്, പാസ്, അവർക്ക് ഗൈഡ് ഇതെല്ലാം ഞങ്ങൾ കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. അവർ ഏതെങ്കിലും സ്ഥലത്താണെങ്കിൽ അവർക്ക് അവിടെ നിന്ന് വണ്ടി ഉൾപ്പെടെ കൊടുക്കും. കൂടാതെ തന്നെ ഇതിനകത്ത് ഗവിക്കുള്ളിൽ താമസിക്കാൻ മനോഹരമായ ഒരു സ്ഥലം ഉണ്ട്. ഒരു ബംഗ്ലാവാണ്, ഇംഗ്ലീഷ് ബംഗ്ലാവാണ്. അവിടെ താമസിക്കാൻ സാധിക്കും. ഇത് മാത്രമേ താമസിക്കാൻ ഗവിയിൽ ഉള്ളൂ. ഒരു വനത്തിൻ്റെ ഉള്ളിൽ തന്നെ നല്ല വനത്തിൻ്റെ ഫീലുള്ള ഒരു താമസ സ്ഥലമാണ്. കൂടാതെ ഈ യാത്രക്കിടയിൽ കാണുന്ന ധാരാളം ദൃശ്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനോഹരിതയാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 100 കിലോമീറ്റർ യാത്ര ചെയ്ത വണ്ടിപ്പെരിയാർ ചെക്ക് പോസ്റ്റുകൾ അതുവഴി വേണം പുറത്തേക്ക് ഇറങ്ങാൻ. ഈ വണ്ടിപ്പെരിയാർ അടുത്തുള്ള വള്ളക്കട ചെക്ക് പോസ്റ്റ് ഇതാണ് പുറത്തേക്ക് നമ്മൾ ഇറങ്ങുന്നത്. ഇത്രയും ദൂരം ഏകദേശം ഒരു 4 മണിക്കൂർ തന്നെ വനത്തിലെ യാത്രയുണ്ട്. എന്നാൽ ഓരോ സ്ഥലങ്ങൾ കണ്ട് നമ്മൾ പോകാമെന്ന് പറയുമ്പോൾ ഈ 4 മണിക്കൂറൊന്നും പോരാ. രാവിലെ ഒരു 9 മണിക്ക് കയറിയാൽ ഒരു 4 മണിക്ക് ശേഷം മാത്രമേ ഗവി നന്നായിട്ട് കണ്ട് ആസ്വദിച്ച് ഇറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ 5:30 മുൻപായിട്ട് തന്നെ ഈ വനത്തിൻ്റെ ഭാഗം കടന്നിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. അപ്പം ഈ ഗവി കാണാൻ വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഗവി അറിയാവുന്ന ആള് ഒപ്പം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അതിൻ്റെ അകത്ത് എവിടെയൊക്കെയാണ് നല്ല കാഴ്ചകളുള്ളത്, അല്ലെങ്കിൽ മൃഗങ്ങളെ കാണാൻ സാധിക്കുന്നത്, എല്ലാ സഹായങ്ങളും ഉണ്ടായെങ്കിൽ മാത്രമേ ഈ യാത്ര പൂർണ്ണമാവുള്ളൂ. കാരണം പൂർണ്ണമായും വനത്തിലുള്ള യാത്രയാണ്. നമുക്കറിയാത്തൊരു സ്ഥലത്ത് വനത്തിലുള്ള നമ്മൾ യാത്ര ചെയ്താൽ റോഡിൽ കൂടി ഇങ്ങനെ പോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പിന്നെ വനത്തിലുള്ള ട്രെക്കിംഗ് ഒന്നുമില്ല. ചിലർ പറയുന്ന ട്രെക്കിംഗ് ഒക്കെ ഉണ്ട്. ട്രെക്കിംഗ് ഒന്നും വനത്തിനുള്ളിലില്ല, അത് അനുവദിക്കുകയില്ല. അപ്പോൾ ഈ മെയിൻ റോഡ് വിട്ട് ഒരു സ്ഥലത്തേക്ക് വനത്തിൻ്റെ കയറാൻ പാടില്ല. ഒപ്പം തന്നെ വനത്തിന് നശീകരണം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു പ്രവൃത്തിയും പാടില്ല. ഇത് കണ്ടാൽ അത് വനംവകുപ്പ് കേസെടുക്കും. അതുകൊണ്ട് തന്നെ ഗവി സന്ദർശിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കണം. ഒരു പാസ് എടുത്ത് മാത്രമേ, മുൻകൂട്ടി പെർമിഷൻ എടുത്തെങ്കിൽ മാത്രമേ ഗവി കയറാൻ സാധിക്കുകയുള്ളൂ. ഒപ്പം തന്നെ ഗവി നല്ല മനോഹരമായ കാഴ്ചകളുണ്ട്. ഈ കാഴ്ചകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അത് അറിയാവുന്ന ഒരാളെ നമ്മൾ ഒപ്പം കൂട്ടുകയും ചെയ്യണം.
ഞാൻ പത്തനംതിട്ട ഗ്രീൻ ഫോറസ്റ്റിന്റെ സ്റ്റാഫാണ്. ഗവി ടൂറിസം നമ്മളാണ് പത്തനംതിട്ടയിൽ നിന്ന് ചെയ്യുന്നത്. ഇതിപ്പോ ചങ്ങനാശ്ശേരി എന്നുള്ള എക്സ് സർവീസിന്റെ ടീമാണ് നമ്മുടെ കൂടെ ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആങ്ങമൂഴിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, മൂഴിയാർ ഡാം കവർ ചെയ്തു. അടുത്ത വന്നിരിക്കുന്നത് ഇതൊരു പെൻ സ്റ്റോപ്പ് പൈപ്പിംഗ് ആണ്. ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഒരു 4 ഡാമും കവർ ചെയ്ത് പോകുന്നത് ആനത്തോട് ഡാം, കക്കി ഡാം, പമ്പയാർ ഡാം ആൻഡ് ഗവിയാർ ഡാം. ഇത്രയുമാണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. നമ്മളിപ്പോ വന്നത് മൂഴിയാർ ഡാം കഴിഞ്ഞു, പെൻ സ്റ്റോപ്പ് പൈപ്പിംഗ് കഴിഞ്ഞു. അടുത്ത നമ്മളൊരു കക്കി ഡാമിന്റെ റിസർവോയറിലേക്ക് എത്തിയിരിക്കുന്നത്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്നാല്. ഉച്ച കഴിഞ്ഞ സമയങ്ങളിൽ ഇവിടെ നിന്ന് ആനയൊക്കെ വെള്ളം കുടിക്കുന്നത് കാണാൻ പറ്റും. ഇത് നമ്മുടെ ലാസ്റ്റത്തെ ഡാമാണ്, ഗവിയാർ ഡാം. ഇതും കൂടെ ഉള്ളൂ നമുക്ക് ഇവിടെ വ്യൂ കാണാൻ പറ്റുന്നത്. ഇതാണ് ഗവിയാർ ഡാം.